വചനം ധ്യാനത്തിനായിട്ട് വേർതിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു, ദയ തോന്നി കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. Respected Chagochan, my dearly beloved in Christ, once again I greet you all in the matchless name of our Lord and Savior Jesus Christ. For today's reading and meditation, a theme has been decided by our church, that is Annunciation to Zechariah, God who gives promises of possibilities. സക്കറിയാവിനോടുള്ള അറിയിപ്പ്, സാധ്യതകളുടെ വാഗ്ദത്തം നൽകുന്ന ദൈവം എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേക തീം. ഫോർ ടുഡേയ്സ് റീഡിംഗ് ആൻഡ് മെഡിറ്റേഷൻ, സ്ക്രിപ്ചർ പോർഷൻ ഈസ് ടേക്കൺ ഫ്രം ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് കമൻസിങ് ഫ്രം 5 through 23, which I have already read as today's gospel portion. So we enter into an Advent season. ആഗമന കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. It is a Latin word adventus. Advent season came from a Latin word adventus, which means coming or arrival. So this season points 3 comings of Christ. 3 തരത്തിലുള്ള കർത്താവിൻ്റെ വരവിനെയാണ് ഈ സീസൺ പ്രത്യേകമായിട്ട് അർത്ഥമാക്കുന്നത്, അഡ്വൻസ് സീസൺ. ഫസ്റ്റ് വൺ, എ ഹിസ്റ്റോറിക്കൽ കമ്മിങ്. ദാറ്റ് മീൻസ് ബർത്ത് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ബെത്ലഹേം. ദാറ്റ് വാസ് ഹാപ്പൻഡ്. And spiritual coming of Christ. That means continual presence of Christ in our heart. And thirdly, it has an eschatological meaning. The second coming of Christ in glory at the end time. ഇങ്ങനെ 3 തരത്തിലുള്ള കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് ഈ സീസണിൽ നാം ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ വേദഭാഗത്തിലേക്ക് വരാം. ഇന്നത്തെ വേദഭാഗം, ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദി ടെക്സ്റ്റ് മെഡിറ്റേഷൻ, ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് വി ഇവാലുവേറ്റ് സം കോണ്ടെക്സ്റ്റ് വിച്ച് വെയർ പ്രിവെയിലിംഗ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, ചരിത്രപരമായും രാഷ്ട്രീയപരമായും അന്നത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സോ ഹെറോദ് വാസ് ദ കിങ്, ആൻഡ് ഹി വാസ് ദ കിങ് ഓഫ് ജുഡിയ. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം പീപ്പിൾ എക്സ്പീരിയൻസ്ഡ് പൊളിറ്റിക്കൽ അൺട്രസ്റ്റ്, ഫിയർ, ആൻഡ് they were under foreign rule. During that time, spiritual silence for nearly 400 years since the last prophet Malachi. മലാഖി പ്രവാചകന് ശേഷം 400 വർഷക്കാലം ദർശനങ്ങളൊന്നും വേണ്ടത്ര രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ അൺട്രസ്റ്റ്, ഒരു പേടി നിറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾ അന്ന് ജീവിച്ചിരുന്നത്. സോ സ്പിരിച്വൽ ഡ്രൈനെസ് വാസ് വിസിബിൾ. റിലീജിയസ് കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ, ടെമ്പിൾ വർഷിപ്പ് വാസ് ദ സെൻട്രൽ ടു ജൂയിഷ് ലൈഫ് ആൻഡ് റിച്വലിസ്റ്റിക് ദാൻ സ്പിരിച്വൽ. ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, അവരുടെ സിനഗോഗുകളിൽ പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ അത് ഒരു റിച്വലായിട്ട് കരുതിയിരുന്ന
ഒരു സമയമായിരുന്നു അത്. കേവലം ആചാരങ്ങൾ അനുഷ്ഠിക്കുക, ആത്മാർത്ഥതയില്ലാതെ ഇങ്ങനെ ആചരണങ്ങൾ അനുഷ്ഠിച്ചിരുന്നത്. റിച്വലിസ്റ്റിക് ദാൻ സ്പിരിച്വൽ, അതായിരുന്നു ഒരു റിലീജിയസ് കോണ്ടക്സ്റ്റ്. സോഷ്യൽ കോണ്ടക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ബാരൻനെസ് വാസ് കൺസിഡേർഡ് ആസ് ദ സോഷ്യൽ ഡിസ്ഫേവർ ആൻഡ് ഷെയിം ഇൻ ദാറ്റ് സൊസൈറ്റി. കുഞ്ഞുങ്ങളില്ലാത്ത ഒരനുഭവം, വന്ധ്യത അല്ലെ മച്ചിയായിരിക്കുക എന്ന് പറയുന്നത് വളരെ നാണക്കേടും ഡിസ്ഗ്രേസുമായി കരുതിയിരുന്ന ഒരു സമൂഹമായിരുന്നു അത്. That was the social context. When we considered ministerial context, ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ the priesthood was divided into 24 divisions, 24 sects that we can see First Chronicles chapter 24. അവിടെ നമുക്ക് കാണാം പുരോഹിത സമൂഹത്തെ 24 കൂറുകളായി തിരിച്ചിരുന്നു, 24 ഡിവിഷൻസ് തിരിച്ചിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. All priests serve together only during major festivals such as Pentecost festival and Passover festival and Tabernacle festival. കൂടാര പണ്ടികയിലും പെസഹ പെരുന്നാളിലും, കൂടാര പണ്ടികയെന്ന് ഞാൻ തെലുങ്ക് പെട്ടെന്ന് പറഞ്ഞു, കൂടാര പെരുന്നാളിലും പെസഹ പെരുന്നാളിലും പെന്തക്കോസ്തു പെരുന്നാളിലും മാത്രമേ എല്ലാ പുരോഹിതന്മാരും ഒരുമിച്ച് വന്ന് ശുശ്രൂഷ ചെയ്യുന്നുള്ളൂ. മറ്റുള്ള സന്ദർഭങ്ങളിലൊക്കെ ഓരോ ഗ്രൂപ്പിന് അവസരം കൊടുക്കും. ആ ഗ്രൂപ്പിൽ തന്നെ 1000-2000 പരവും പുരോഹിതന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അവർ ലോട്ടിട്ടാണ് പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തിരുന്നത്. നറുക്കിട്ടാണ് പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റികളൊക്കെ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. സെഖര്യാവിനും അങ്ങനെയാണ്. അവരുടെ കൂറിന് 8ാമത്തെ കൂറാണ് അബിയ കൂർ, അബീജ, സെക്ട് ഓഫ് അബീജ. അതിലുള്ള സെഖര്യാവിന് അവസരം കിട്ടിയത് ധൂപവേദി, അതായത് വിശുദ്ധ വേദിയിൽ ധൂപമർപ്പിക്കുക എന്നുള്ളതാണ്. ദാറ്റ് വാസ് എ സ്പെഷ്യൽ പ്രിവിലേജ്. അത് ലോട്ടിട്ടാണ് സെഖര്യാവിന് ലഭിക്കുന്നത്. ഇതാണ് മിനിസ്റ്റീരിയൽ കോണ്ടക്സ്റ്റ്. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് കോണ്ടക്സ്റ്റ് ആൻഡ് ദെൻ വി ഹാവ് ടു മെഡിറ്റേറ്റ് ദിസ് ടെക്സ്റ്റ്. അതർവൈസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിട്ടൺ ഇൻ ദി ടെക്സ്റ്റ്. ഞാൻ ഇന്നത്തെ തീമിനെ ആസ്പദമാക്കി ഒരു 4 ചിന്തകൾ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തെല്ലാം സാധ്യതകളാണ് ഈ വേദഭാഗത്ത് കാണുന്നത്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ദാറ്റ് വി ക്യാൻ സീ ഇൻ ദിസ് ടെക്സ്റ്റ്? അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, വളരെ പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിക്കാം. ഒന്ന്, പോസിബിലിറ്റി ഓഫ് ഡിവൈൻ ലൈഫ് ആൻഡ് ടെസ്റ്റിമോണി ഇൻ ലൈഫ്ലെസ് സിറ്റുവേഷൻ. നിർജീവമായ സാഹചര്യങ്ങളിൽ ദൈവിക ജീവിതത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും സാധ്യത. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ എലിസബത്തിൻ്റെ വന്ധ്യത എന്ന് പറയുമ്പോൾ, എലിസബത്തിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള കഴിവില്ലായ്മ എന്ന് പറയുമ്പോൾ, ഇറ്റ് മിറേഡ് നേഷൻ സ്പിരിച്വൽ ബാരൻനെസ്. അതാ രാഷ്ട്രത്തിൻ്റെ തന്നെ ഒരവസ്ഥയാണ്. എലിസബത്തിൽ ജീവൻ ഉരുവാകുന്നില്ല എന്ന് പറയുമ്പോൾ അവിടം തന്നെ ഒരു ജീവനില്ലാത്ത ഒരനുഭവമായിരുന്നു. അപ്പോൾ ജീവന് യാതൊരു സാധ്യതയുമില്ലാത്ത എലിസബത്തിന് യോഹന്നാനെ നൽകുന്നതിലൂടെ ജീവൻ്റെ ദാതാവായ ദൈവം തൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോസിബിലിറ്റി ഓഫ് ഡിവൈൻ ലൈഫ് ഇൻ എ ലൈഫ്ലെസ് സിറ്റുവേഷൻ. എത്ര നിർജീവമായ സാഹചര്യങ്ങളിലും ഗോഡ് ക്യാൻ ഗീവ് ട്രൂ ലൈഫ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി. ദൈവത്തിന് ജീവൻ പകരാനായിട്ട് സാധിക്കുമെന്നാണ് ഈ മച്ചിയായിട്ടുള്ള എലിസബത്തിന് ഒരു കുഞ്ഞ് പിറക്കുന്നതിലൂടെ സാധ്യമാക്കുന്നത്. എത്ര ഇമ്പോസിബിളായിട്ടുള്ള സിറ്റുവേഷനിലും ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന് നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ് സിറ്റുവേഷൻ വാസ് ലൈഫ്ലെസ് സിറ്റുവേഷൻ, റിച്വലിസ്റ്റിക് ദാൻ സ്പിരിച്വൽ. സ്പിരിച്വൽ ഡ്രൈനെസ്, ആത്മീയമായിട്ടുള്ള ഒരു 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 മരവിപ്പ്, ഊഷരത അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണത്. ആ സമയത്ത് നന്മകൾ ചെയ്യുന്ന, സാക്ഷ്യത്തോടെ ജീവിക്കുന്ന വ്യക്തികളെ കാണുക വലിയ പ്രയാസമാണ്. അങ്ങനെയുള്ള ഒരു ലോകത്താണ് സെക്കറായ ആൻഡ് എലിസബത്ത്. ദേ സെറ്റ് അപ്പാർട്ടഡ് ദെയർ ലൈഫ്
ടു ലീവ് us ബ്ലെയിംലെസ് ആൻഡ് റൈറ്റിയസ് ബിഫോർ ലോർഡ്. ദൈവത്തിൻ്റെ മുൻപിൽ നീതിയുള്ളവരും കുറ്റമില്ലാത്തവരുമായി ആ ദമ്പതികൾ ജീവിച്ചത് ജീവിത മാതൃകകളില്ലാത്ത ആ സമയത്താണ് എന്ന് നാം ഓർക്കണം. ലൈഫ്ലെസ് സിറ്റുവേഷൻ്റെ നടുവിൽ നല്ല സാക്ഷ്യത്തോടെ ജീവിക്കാനായിട്ട് തീരുമാനിച്ച വ്യക്തികൾ. നാടോടുമ്പോൾ നടുവേ ഓടുന്നതല്ല ക്രിസ്തീയത. ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുത്തുണ്ടം തിന്നുന്നതല്ല ക്രിസ്തീയത. ഒഴുക്കിനെതിരെ നീന്തി എല്ലാവരും കൊള്ളരുതായ്മ കാണിക്കുമ്പോഴും ഞാൻ അതിനോട് ചേർന്ന് പോവുകയല്ല. യു ഹാവ് ടു ലീഡ് എ സെറ്റ് അപ്പാർട്ട് ലൈഫ്, എ ഡിവൈൻ ലൈഫ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഇമ്പോസിബിലിറ്റീസ്, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ലൈഫ്ലെസ് സിറ്റുവേഷൻസ്. ഇഫ് ദർ ഈസ് നോ ചാൻസ്, യു ഹാവ് ടു ലീഡ് എ ബെറ്റർ ലൈഫ്. അതാ നമ്മളെ കാണിച്ചു തരുന്ന ജീവിതങ്ങളാണ് സഖറിയാവും എലിസബത്തും. കാരണം അന്നത്തെ കാലത്ത് നമുക്കറിയാം, അവർക്ക് വേണമെങ്കിൽ ഈ സഖറിയാവിന് വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കാം. തൻ്റെ ഭാര്യയ്ക്ക് തനിക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനായിട്ട് സാധ്യമല്ല എന്ന് വരികിൽ അദ്ദേഹത്തിന് വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കും. ദാറ്റ് വി ക്യാൻ സീ. എൽക്കാനയുടെയും ഹന്നയുടെയും ഒക്കെ ജീവിതത്തിൽ നമുക്കറിയാം. ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളെ നൽകാനായിട്ട് സാധ്യമല്ല എന്ന് വരുന്നപ്പോൾ എൽക്കാന പോയി പെരിന്നയെ വിവാഹം കഴിച്ചു. അന്ന് അങ്ങനെ ഒരു പ്രൊവിഷനുണ്ട്. എന്നിരുന്നാൽ പോലും സഖറിയാവ് എന്ത് ചെയ്തില്ല? വേറെ വിവാഹം കഴിച്ചില്ല. They experienced a mutuality of love in their relationship. അവരുടെ കുടുംബജീവിതത്തിൽ അവർ അപ്രകാരമുള്ള ഒരു സ്നേഹത്തിൻ്റെ പാരസ്പരികത അനുഭവിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ലൈഫ്ലെസ് സിറ്റുവേഷൻ്റെ നടുവിൽ മാതൃകയുള്ള കുടുംബജീവിതം നയിക്കുക. എല്ലാവരും അങ്ങനാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയരുത്. എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയരുത്. വി ഷുഡ് ലീഡ് എ സെറ്റ് അപ്പാർട്ട് ആൻഡ് എ സെപ്പറേറ്റഡ് ലൈഫ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ലൈഫ്ലെസ് സിറ്റുവേഷൻ. അതാണ്, അതിനുള്ള സാധ്യതയാണ് ഈ സഖറിയാവും എലിസബത്തും നമ്മളെ കാണിക്കുന്നത്. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞത് പോസിബിലിറ്റി ഓഫ് ഡിവൈൻ വിഷൻ ഇൻ വർഷിപ്പ്. അതായത് ആരാധനയിൽ ദൈവിക ദർശനത്തിൻ്റെ അല്ലെങ്കിൽ ദിവ്യ ദർശനത്തിൻ്റെ സാധ്യത ഉണ്ട് എന്ന് ഈ ടെക്സ്റ്റ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പോസിബിലിറ്റി ഓഫ് ഡിവൈൻ വിഷൻ ഇൻ വർഷിപ്പ്. ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നാം ചിന്തിക്കുക, there is a possibility of vision. It is not a ritualistic, not merely a ritualistic service. And we can experience divine presence and divine vision in this worship എന്ന് നമ്മളെപ്പോഴും ഓർക്കുക. അതിനു വേണ്ട സമർപ്പണമൊക്കെ നമുക്കുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അന്നത്തെ കാലത്ത് ഈ ജൂവിഷ് റബിമാർ, ഇപ്പോൾ എസ്പെഷ്യലി ഇൻ ദി ജൂവിഷ് ഗുരുക്കന്മാർ, അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. 7 തരത്തിൽപ്പെട്ട ആൾക്കാരാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപം ചെയ്യുന്നവരെന്ന് അവർ പറയുന്നത്. അക്കൂട്ടത്തിലെ ഒരു കൂട്ടരാണ് ഭാര്യയിൽ അല്ലെങ്കിൽ ഒരു ഏക ഭാര്യ ഉള്ളവരും അതിൽ കുഞ്ഞുങ്ങളില്ലാതിരിക്കുക. തൻ്റെ ഭാര്യയിൽ അല്ലെ തങ്ങളുടെ കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത പുരോഹിതന്മാർ അവർ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നുള്ളതാണ് അവരുടെ ഒരു സംസാരം. ചൈൽഡ്ലെസ് പ്രീസ്റ്റ് വെയർ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ഇൻ ദാറ്റ് ടൈം. അത് അങ്ങനെ ഒരു സംസാരമൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, അങ്ങനെ ഒരു ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട ഒരു സോഷ്യൽ സെറ്റപ്പിൽ ഈ പാവം പിടിച്ച, അനേക നാളുകളായി വിഷമിച്ച, അനേകരുടെ നിന്ന് ഏറ്റുവാങ്ങി ഈ പുരോഹിതന് നറുക്ക് വീണ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് ഹാപ്പൻഡ് ബൈ ദ സോവറിൻ അതോറിറ്റി ഓഫ് ലോർഡ് ഓൾമൈറ്റി, നോട്ട് ബൈ ദ ഹ്യൂമൻ മെറിറ്റ്. മനുഷ്യരുടെ ഔദാര്യം കൊണ്ട് ലഭിച്ചതല്ല. മനുഷ്യർ നിന്ദിച്ച് തള്ളിയ ഒരു പുരോഹിതനെ 1000കണക്കിന് 2000കണക്കിന് പുരോഹിതന്മാരുള്ള ഒരു ഗ്രൂപ്പിൽ വിശുദ്ധ വേദിയുടെ അടുത്ത് ധൂപം അർപ്പിക്കുവാനുള്ള പ്രിവിലേജ് നൽകിയത് മനുഷ്യരല്ല, ദൈവമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടായി ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സഖറിയാവ് പേടിക്കുന്നത്. ഇനി എന്നെ ശിക്ഷിക്കാനാണോ, എന്നെ അനുഗ്രഹിക്കാനാണോ, എന്തിനാണെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയുകയില്ല. കാരണം അങ്ങനായിരുന്നു നാട്ടിലെ പറച്ചിൽ. പക്ഷേ സഖറിയാവിന് ആരാധനയിൽ ദൂതൻ്റെ ദർശനം ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. സഖറിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്തത്? പീപ്പിൾ വെയർ ഓൾസോ പ്രേയിങ് ഔട്ട്സൈഡ്. അവിടെ വന്നിരുന്ന ജനങ്ങളും എന്ത് ചെയ്യുകയാണ്? വെളിയിൽ
പ്രാർത്ഥിക്കുകയാണ്. വി ക്യാൻ സീ എ മ്യൂച്വാലിറ്റി ഓഫ് വർഷിപ്പ്. ആരാധനയിൽ ഒരു പാരസ്പരികത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു മ്യൂച്വാലിറ്റി ഇൻ ഫാമിലി, ദെൻ ഹിയർ മ്യൂച്വാലിറ്റി ഇൻ വർഷിപ്പ്. പുരോഹിതൻ ആരാധന ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ പാസീവായിട്ടിരിക്കാനല്ല. വി ഹാവ് ടു പ്രേ അലോങ് വിത്ത് ഹിം. ഒരാളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയിൽ നമ്മളും ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ആവശ്യങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് ആരാധനയിൽ ദൈവിക ദർശനം അനുഭവിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എവറി വർഷിപ്പ് we can see a possibility of divine vision. ദൈവിക ദർശനത്തിൻ്റെ വേദികളാണ് every worship. If you are attending a worship, think about that. Every worship is a chance of divine vision, possibility of divine vision. Irrespective of your disqualifications, your vulnerabilities, irrespective of the social criteria, God will bless you through his divine vision and empower you. നിങ്ങൾ ഏത് സാഹചര്യത്തിലുള്ളവരാണെങ്കിലും ദൈവം ദർശനം നേകും ആരാധനയിൽ എന്നാണ് ഈ ടെക്സ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു സാധ്യത നമ്മൾ ഈ ടെക്സ്റ്റിൽ കാണുന്നത് പോസിബിലിറ്റി ഓഫ് ഡിവൈൻ മിഷൻ ഇൻ ഹോപ്പ്ലെസ്നെസ്. പോസിബിലിറ്റി ഓഫ് ഡിവൈൻ വിഷൻ ഇൻ ഹോപ്പ്ലെസ്നെസ്. നിരാശയിൽ ദൈവിക ദൗത്യത്തിൻ്റെ സാധ്യത. നിരാശ നിറഞ്ഞ ഈ ദമ്പതിമാരെ ഒരു തലമുറയെ നൽകുന്നതിലൂടെ ദൈവം തൻ്റെ ശുശ്രൂഷകളെ, തൻ്റെ ദൗത്യത്തെ തുടരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ ജനനം അങ്ങനെയാണ് സംഭവിക്കുന്നത്. യോഹന്നാൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹീ വിൽ ഹാവ് എ സ്പെഷ്യൽ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹീ വിൽ ഹാവ് എ മെസ്സേജ്. And he had been driven by the power of Holy Spirit. And he will turn several hearts to the Lord Almighty. And he will work with the power of the Elijah. അല്ലേ, ഏലിയാവിൻ്റെ ശക്തിയോടെ പ്രവർത്തിക്കും. ഒരു പ്രത്യേക ജീവിത രീതി. ഈ ട്രഡീഷൻസ് ഒക്കെ പറയുന്നത് എന്താ, ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ട്രഡീഷൻസ് പറയുന്നത് യോഹന്നാൻ ജനിച്ചത് എൻ കരീം എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ കരീം. The meaning of En-Garim is വീഞ്ഞിൻ്റെ താഴ്വര എന്നാണ് പറയുന്നത്. സ്പ്രിംഗ് ഓഫ് വൈൻ എന്ന് പറയും. അപ്പോൾ ഈ വീഞ്ഞിൻ്റെ താഴ്വരയിൽ പലതരത്തിലുള്ള വീര്യം കൂടിയതും കുറഞ്ഞതുമായ എല്ലാം കിട്ടും. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജനിച്ചിട്ട് പോലും he will have a separate lifestyle, a different lifestyle. ഒരു വ്യത്യസ്തമായ ജീവിത രീതി ഉണ്ടാകുമെന്നാണ് ദൈവദൂതൻ പറയുന്നത്. എന്തിനു വേണ്ടി? പ്രത്യാശയില്ലാത്തടത്ത് ദൈവിക ദൗത്യത്തിനു വേണ്ടി. So we can see that when we go through this text, we can see another possibility, that was the possibility of divine mission in hopelessness. The meaning of John is God is gracious. The people were living as hopeless people and lifeless generation, but God sent his forerunner, Jesus Christ forerunner, John the Baptist, to that particular family for preparing people for him. The meaning of John means God is gracious. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യാശയില്ലാത്ത സമയത്ത് ദൈവം തൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് വേദം വായിക്കുമ്പോൾ അറിയാം, കാക്കയെ കൊണ്ടുപോലും മിഷൻ ചെയ്യിച്ചിട്ടുള്ള ആളാണ് ദൈവം. പ്രവാചകന് അപ്പം കൊടുക്കാനായിട്ട് കാക്ക പോയി എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഏലിയാവിന്. കാക്കയെ കൊണ്ടുപോലും മിഷൻ ചെയ്യിച്ചിട്ടുള്ള. അതുകൊണ്ട് നമ്മളൊന്നും ഇൻവോൾവ് ചെയ്യണമെന്നൊന്നുമില്ല മിഷൻ പ്രവർത്തനങ്ങൾക്ക്. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് വി cannot പാർട്ടിസിപ്പേറ്റ് along with the Lord in his mission. നമുക്ക് ദൈവത്തോട് ചേർന്ന് അവൻ്റെ ദൗത്യത്തിൽ പങ്കുകാരാവാൻ സാധിക്കത്തില്ല. അതിനുള്ള ഒരു അവസരം നഷ്ടപ്പെടുമെന്ന്, വി വിൽ ലോസ്റ്റ് എ ചാൻസ് എന്നാണ് അതിൻ്റെ ഒരർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഇടത്ത് ദൈവം യോഹന്നാനെ അയക്കുന്നതിലൂടെ വലിയൊരു മിഷൻ, അതിനുള്ള സാധ്യതകൾ തുറക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പോസിബിലിറ്റി ഓഫ് ഡിവൈൻ മിഷൻ ഇൻ ഹോപ്പ്ലെസ്നെസ്. അവസാനമായി ഒരു സാധ്യതയോടെ പറഞ്ഞ് ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കട്ടെ. പോസിബിലിറ്റി ഓഫ് ഡിവൈൻ ഫെയ്ത്ത് ഇൻ സൈലൻസ്. അതായത് ദൈവികമായിട്ടുള്ള
വിശ്വാസം, നിശബ്ദതയിൽ ഉരുവാകുന്ന ദൈവിക വിശ്വാസം, ദൈവിക വിശ്വാസത്തിൻ്റെ സാധ്യത. നമുക്കറിയാം, ഈ ദൈവദൂതൻ പറഞ്ഞു കഴിയുമ്പോൾ സെഖര്യാവ് എന്ത് ചെയ്തെന്നറിയാമോ? സെഖര്യാവ് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, നീ ഇത് സംഭവിക്കും വരെ നീ ഊമനായിരിക്കും, ഉരിയാടാൻ കഴിയാതെ നീ ഊമനായിരിക്കുമെന്ന് പറയും. നമ്മൾ ചിന്തിക്കുന്നു ഇറ്റ് വാസ് എ പണിഷ്മെൻറ്റ്, ബട്ട് ഹിസ് സൈലൻസ് വാസ് നോട്ട് മിയർലി എ പണിഷ്മെൻറ്റ്, ആൻഡ് it became a season of spiritual formation. In silence, Zechariah learned to listen the voice of God. തൻ്റെ നിശബ്ദതയിൽ, താൻ ഊമനായിരുന്ന സന്ദർഭത്തിൽ ദൈവിക കൃപകളെക്കുറിച്ചും ദൈവിക നന്മകളെക്കുറിച്ചും സെഖര്യാവ് ധ്യാനിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വേദനകൾ കേൾക്കാൻ വേറൊരാളുണ്ടായെന്ന് വരികയില്ല. ഒരു സൈലൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. Sometimes you may feel you are alone, but if you are meditating God's wondrous deeds and words in your silence, you can see the miracle in your life. ദൈവത്തിൻ്റെ കൃപകളെയും ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തികളെയും ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളെ ദർശിപ്പാനായിട്ട് സാധിക്കും. അവസാനം സെഖര്യാവ് വാതുറക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഗോഡ് ഈസ് ഗ്രേഷ്യസ് എന്ന് പറയാനാണ് വാതുറക്കുന്നത്. അത്രയും നാൾ അവന് മനസ്സിലായി, അവൻ ധ്യാനിച്ചു, he fully surrendered himself for the plan of God, and he realized that I am here and I am going to experience his favor only by his mighty power and strength. I am going to experience. This is God's gift, John. The meaning, God is gracious. He opened his mouth and uttered that, John. That means God is gracious. ശാന്തമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെ നാവ് ഇതുപോലെ ചലിക്കും. ദൈവം എത്രയോ കരുണയുള്ളവനാണ്, ദൈവം എത്രയോ ദയാശീലനാണ്. യോഹന്നാനെ ആ കുടുംബത്തിന് നൽകുമ്പോൾ ദൈവം പറയുന്നുണ്ട്, ഇവൻ ജനിക്കുന്നതിലൂടെ നിനക്ക് സന്തോഷമുണ്ടാകും. പിന്നെ 2, പലരും it will bring delight to you, and secondly the all people will rejoice in his birth. 2 കാര്യമാണ് ദൈവദാനത്തിൻ്റെ പ്രത്യേകത. ഒന്ന്, നിനക്ക് സന്തോഷം ഉണ്ടാവും, മറ്റൊന്ന് എല്ലാവരും സന്തോഷിക്കും. ഈ ഒരു സത്യം യോഹന്നാൻ മനസ്സിലാക്കിയത് അല്പകാലമുള്ള ഈ സൈലൻസിൽ കൂടെ. സങ്കീർത്തനം 46 നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 46 സങ്കീർത്തനത്തിലെ ഒരു വാക്യമുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന്. When we are living in a busy world, we have no time to sit apart and to meditate his wondrous activities. അല്ലേ? ഒരു ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ, കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാൻ, ദൈവം എനിക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെയൊക്കെ ഒന്ന് മനനം ചെയ്യാൻ നമുക്ക് അവസരം ലഭിക്കാറുണ്ടോ? അങ്ങനെ അവസരം ലഭിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അവൻ്റെ പ്രവർത്തികളെ ദർശിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ധ്യാനത്തിന് എടുത്ത വിഷയം അനൗൺസിയേഷൻ ടു സെഖറായ, ഗോഡ് ഹു ഗീവ്സ് പ്രോമിസസ് ഓഫ് പോസിബിലിറ്റീസ്. വാഗ്ദത്തം, സാധ്യതകളുടെ വാഗ്ദത്തം നൽകുന്ന ദൈവം. 4 ചിന്തകളാണ് പങ്കുവച്ചത്. ഒന്ന്, പോസിബിലിറ്റി ഓഫ് ഡിവൈൻ ലൈഫ് ആൻഡ് ടെസ്റ്റിമോണി ഇൻ ലൈഫ്ലെസ് സിറ്റുവേഷൻ. നിർജീവമായ സാഹചര്യങ്ങളിൽ ദൈവിക ജീവിതത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും സാധ്യത. നമുക്കും ഉണ്ട് അങ്ങനെ സാധ്യത. എല്ലാവരും മോശമാകുമ്പോഴും നമുക്കതിനുള്ള ഒരു സാധ്യതയുണ്ട്. 2, പോസിബിലിറ്റി ഓഫ് ഡിവൈൻ വിഷൻ ഇൻ വർഷിപ്പ്. ആരാധന ചടങ്ങുകളല്ല, ആരാധനയിൽ ഒരുക്കത്തോടെ പങ്കെടുക്കുമ്പോൾ പോസിബിലിറ്റി ഓഫ് വിഷൻ ഇൻ വർഷിപ്പ്. തേർഡ്ലി, പോസിബിലിറ്റി ഓഫ് ഡിവൈൻ മിഷൻ ഇൻ ഹോപ്പ്ലെസ്നെസ്. എല്ലാം നശിച്ചു എന്ന് തോന്നുമ്പോൾ ഇനി ഒരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞല്ലോ, 400 വർഷക്കാലമായി ദൈവത്തിൻ്റെ ദർശനമില്ല. ദൈവത്തിൻ്റെ ദർശനമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവിക ദർശനം സ്വീകരിപ്പാൻ തക്കവണ്ണമുള്ള ആളുകൾ ഒരുക്കപ്പെട്ടില്ല. 400 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ദൈവം ഒരു പ്രവാചകനെ അയക്കുന്നത്. അതാണ് പോസിബിലിറ്റി ഓഫ് ഡിവൈൻ മിഷൻ. ഒരു സാധ്യതയുണ്ട്. എൻ്റെ കുടുംബത്തിലൊരു സാധ്യതയുണ്ട്, എന്നിലൊരു സാധ്യതയുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളിലൊരു സാധ്യതയുണ്ട്. ശാന്തമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. പോസിബിലിറ്റി ഓഫ് ഡിവൈൻ മിഷൻ ഇൻ ഹോപ്പ്ലെസ്നെസ്. പ്രത്യാശയില്ലാത്ത സമയങ്ങളിൽ
ദൈവിക ദൗത്യത്തിന് ഒരു സാധ്യതയുണ്ട് എന്ന് മറന്നു പോകരുത്. 4, പോസിബിലിറ്റി ഓഫ് ഡിവൈൻ ഫെയ്ത്ത് ഇൻ സൈലൻസ്. നിശബ്ദത വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാനൊന്നും പറയുന്നില്ല. ഇന്ന് ആൾക്കാർ പറയാനും ചെയ്യാനും അങ്ങ് ധൃതിയാണ് അല്ലേ? നമുക്കറിയാം, സഖരിയ പുരോഹിതൻ ദേവാലയത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവന് ദർശനമുണ്ടായെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അവനെന്തേലും പറഞ്ഞോ? അവനൊന്നും പറഞ്ഞില്ല. ഹി കെപ്റ്റ് സൈലന്റ്. ബട്ട് പീപ്പിൾ റിയലൈസ് ദാറ്റ് ഹി ഹാഡ് എ വിഷൻ ഇൻ ദി ടെമ്പിൾ. അവനെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് അവനൊരു ദർശനം. പ്രിയപ്പെട്ടവരെ, നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടോ അധികം ചെയ്തിട്ടോ ഒന്നുമല്ല, നമ്മുടെ ഓരോ രീതികൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ചില നിശബ്ദതകൾ നമ്മൾ ചിന്തിക്കും, അധികമൊന്നും ഞാൻ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല, അല്ലെ ഉറക്കെ പ്രാർത്ഥിക്കുന്നില്ല, പറയുന്നില്ലെന്നൊക്കെ ചിന്തിക്കും. ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഡിവൈൻ ഫെയ്ത്ത് ഇൻ സൈലൻസ്. ദൈവം നമ്മളെ